തൃശ്ശൂരിന്റെയും പാലക്കാടിന്റെയും അതിരിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് കൊണ്ടാഴി അല്ലെങ്കിൽ മായന്നൂർ ഗ്രാമപഞ്ചായത്ത്. ഒരു കാർഷിക ഗ്രാമമാണ്. പ്രകൃതി ഭംഗി കൊണ്ട് നിരവധി സിനിമകൾക്കൊക്കെ പശ്ചാത്തലമായിട്ടുള്ള ഒരു ഗ്രാമം കൂടിയാണ്. വികസന പ്രവർത്തനങ്ങളിലും ഒട്ടും പുറകിലല്ല. എന്തായാലും പഞ്ചായത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ മാഷ് നമുക്കൊപ്പമുണ്ട്. നമസ്കാരം മാസ്റ്റർ. നമസ്കാരം. വലിയൊരു വികസന സ്വപ്നവുമായാണ് കഴിഞ്ഞ 5 വർഷങ്ങൾ പ്രവർത്തിച്ചത്. എങ്ങനെയാണ് ഈ 5 വർഷത്തെ നോക്കിക്കാണുന്നത്? വളരെ സംതൃപ്തമായ രീതിയിലുള്ള പ്രവർത്തനം. ആ പ്രവർത്തനം നമ്മൾ സുതാര്യം, അതുപോലെ തന്നെ ജനപക്ഷത്ത് നിന്നുകൊണ്ട്, അതുപോലെ അഴിമതി രഹിതം, ആ രീതിയിൽ മുന്നോട്ട് പോയി സുസ്ഥിര വികസനത്തിന്റെ ഒരു പാതയിലാണ് ഇപ്പോൾ ഈ ഗ്രാമപഞ്ചായത്ത്. വളരെ കൃത്യമായ ദിശാബോധത്തോടു കൂടി നമ്മള് ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സമഗ്ര വികസനം കണക്കിലെടുത്തുകൊണ്ടുള്ള പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മസംതൃപ്തിയിലാണ് ഇപ്പൊ നമ്മൾ. പക്ഷേ നമ്മുടെ ഈ പഞ്ചായത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ വലിയൊരു പുരോഗമനം ഉണ്ടാക്കാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. തെരുവ് വിളക്കുകൾ പൂർണ്ണമായും പ്രകാശിതമാക്കുന്ന ആ ഒരു പദ്ധതികൾ യോജിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ ഇരുട്ടില്ലാതാക്കുന്ന ഒരു പദ്ധതി പൂർണ്ണമായും പഞ്ചായത്തിന് നടത്താൻ സാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് സാധ്യമായത്? അത് വളരെ കൃത്യമായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ കൃത്യമായ ഒരു ദിശാബോധത്തോടു കൂടി നമ്മൾ അടിസ്ഥാന വികസനത്തിന് പ്രാധാന്യം കൊടുത്തു. അടിസ്ഥാന വികസനം എന്ന് പറയുമ്പോൾ നമ്മൾ തെരുവ് വിളക്കുകള്, വെളിച്ചം, അതുപോലെ തന്നെ വെള്ളം, വീട്, പശ്ചാത്തല വികസനം, അങ്ങനെ ജനങ്ങളുടെ ജീവിത സൗകര്യങ്ങള് മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമമാണ് നമ്മൾ തുടക്കം കുറിച്ചത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ജ്യോതിർഗമയ എന്നൊരു പദ്ധതി നമ്മൾ നടപ്പിലാക്കി. ആ ജ്യോതിർഗമയ പദ്ധതി നടപ്പിലാക്കിയത് നമ്മൾ തെരുവ് വിളക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. കാരണം നമ്മൾ അധികാരത്തിൽ വരുന്ന സന്ദർഭത്തില്, ചുമതലയേറ്റ സന്ദർഭത്തില് ഒട്ടുമിക്ക തെരുവ് വിളക്കുകളും കത്താത്ത ഒരു സാഹചര്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് വളരെ കൃത്യമായി തെരുവ് വിളക്കുകൾ കത്തിക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടിയിരിക്കുമ്പോഴാണ് സർക്കാർ തന്നെ ഒരു പുതിയ പദ്ധതി, നിലാവ് എന്നുള്ള പദ്ധതിയായിട്ട് വന്നത്. അത് പഞ്ചായത്ത് അതിനു വേണ്ട ചെലവ് നിർവഹിക്കണം. പക്ഷെ അപ്പൊ ആ നിലാവ് പദ്ധതിയുമായി സമന്വയിപ്പിച്ച് പഞ്ചായത്തിന്റെ തനത് പരിപാടിയായിട്ടുള്ള ജ്യോതിർഗമയ പദ്ധതിയിലൂടെ ഇത് സാക്ഷാത്കരിക്കാനായിട്ട് കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ തെരുവിളക്കുകളെ എല്ലാ വാർഡിലും സ്ഥിരമായി കത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഈ പഞ്ചായത്തിന്റെ, ഈ ഭരണസമിതിയുടെ ഒരു സവിശേഷതയാണ്. മായന്നൂരിനെ കുറിച്ച് അല്ലെങ്കിൽ കൊണ്ടാഴി പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിരുകൾ പുഴയാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. എങ്കിൽ കൂടി ചില പ്രദേശങ്ങളിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമായി തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ചെപ്പാൻകുന്ന് പോലുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തുന്നതിൽ കാലതാമസം നേരിടാറുണ്ട്. ഈ കുടിവെള്ള പ്രതിസന്ധി അല്ലെങ്കിൽ കുടിവെള്ള ക്ഷാമത്തെ പ്രതിരോധിക്കാൻ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തി വരുന്നത്? വളരെ കൃത്യമായ ഒരു പദ്ധതിയാണ് ഞങ്ങൾ അത് ആസൂത്രണം ചെയ്തത്. ആ സന്ദർഭത്തിലാണ് മറ്റേ ജൽജീവൻ മിഷന്റെ പദ്ധതികള് അതുമായി സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്വാശ്രയ കുടിവെള്ള പദ്ധതികളും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ പദ്ധതികളും കൂട്ടിച്ചേർത്ത് നമുക്ക് കൃത്യമായ സ്ഥലം എടുത്ത് വലിയ ടാങ്കുകൾ നിർമ്മിച്ച് അടുത്ത പഞ്ചായത്തുകൾ കൂടി വെള്ളം കൊടുക്കാവുന്ന തരത്തില് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ചേപ്പാൻകുന്നത്ത് നമ്മൾ 5 സെന്റ് സ്ഥലം നമുക്ക് ഒരു സ്വകാര്യ വ്യക്തി നമുക്ക് സൗജന്യമായിട്ട് തന്നു. അതിന്റെ പുറമെ വനംവകുപ്പിന്റെ സ്ഥലം നമ്മൾ പരിവേഷൻ പോർട്ടലില് അപേക്ഷിച്ച് ആ അപേക്ഷ പെട്ടെന്ന് തന്നെ കൺസിഡർ ചെയ്ത് നമുക്ക് പഞ്ചായത്തിന് 15 സെന്റ് സ്ഥലം വിട്ടു തന്നു. അപ്പൊ ഇത് രണ്ടും കൂടി നമ്മള് ഭാരതപ്പുഴയിലെ കൂട്ടിൽമുക്ക് തടയണയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ഈ പ്രദേശത്തേക്ക് എത്തിക്കാൻ വേണ്ട ക്രമീകരണങ്ങളാണ് ചെയ്തത്. ഒപ്പം തന്നെ ജൽജീവൻ മിഷന്റെ നിലവിലുള്ള പദ്ധതികളിൽ നിന്ന് കണക്ഷൻ ധാരാളം കൊടുക്കുകയും ചെയ്തു. കൂടാതെ നമ്മൾ പ്ലാന്റേഷൻ, അതുപോലെ തന്നെ വാഴാട്, കേരകുന്നത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമായിരുന്നു. അങ്ങനെ രൂക്ഷമായ സാഹചര്യത്തില് നമ്മള് ഇവിടെ ദിവസവും, അതുപോലെ വേനൽക്കാലമായി കഴിഞ്ഞാൽ വീട്ടമ്മമാരുടെ സമര പരിപാടികളായിരുന്നു. കുടവും എടുത്ത് ഗ്രാമപഞ്ചായത്തിൽ എത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുണ്ടായത്. അതുപോലെ തന്നെ ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിച്ചു കൊടുക്കുന്ന പതിവും ഇവിടെ ഉണ്ടായിരുന്നു. ഈ വർഷം നമുക്ക് നമ്മുടെ ഈ ഭരണസമിതിയുടെ അവസാന വർഷം ആകുമ്പോഴേക്കും നമുക്ക് ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കാത്ത രീതിയിൽ വെള്ളം എത്തിച്ചു കൊടുക്കാനും
മറ്റും നമുക്ക് സാധിച്ചു. അതിന് പഞ്ചായത്ത് തനതായ ഒരു പദ്ധതി കൂടി ആവിഷ്കരിച്ചു. തേക്കിൻകാട് വാളാട് കുടിവെള്ള പദ്ധതി കുഴൽക്കിണറിൽ നിന്നായിരുന്നു ഇതുവരെയും പമ്പ് ചെയ്തത്. അറ്റ വേനൽക്കാലം ആകുമ്പോഴേക്കും കുഴൽക്കിണറിൽ വെള്ളം ഉണ്ടാവില്ല. അപ്പൊ തേക്കിൻകാട് വാളാട് കുടിവെള്ള പദ്ധതിയുടെ ജലസ്രോതസ് നമ്മൾ പുഴയിലേക്ക് മാറ്റി. എഴുന്നള്ളത്ത് കടവ് തടയണയിൽ നിന്ന് വാട്ടർ അതോറിറ്റിയുടെ പണ്ടുള്ള ഒരു പമ്പ് ഹൗസ് നവീകരിച്ച് അവിടെ വെള്ളം ഫിൽട്ടർ ചെയ്ത് ഈ പ്രദേശത്തേക്ക് മുഴുവൻ തന്നെ എത്തിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഈ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് ഈ ഭരണസമിതി വളരെയധികം പ്രാധാന്യം കൊടുത്തു. ഇപ്പോ എല്ലാ ഭാഗത്തേക്കും വെള്ളം കിട്ടുന്നുണ്ട്. ഇന്ന് മാത്രമല്ല, നമ്മുടെ സ്വാശ്രയ കുടിവെള്ള പദ്ധതികളെ അതേപടി തന്നെ നിലനിർത്തിക്കൊണ്ട് അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ട പരിപാടികൾ കൂടി ഗ്രാമപഞ്ചായത്ത് ചെയ്തു. അതോടുകൂടിയാണ് വെള്ളത്തിന്റെ പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിച്ചത്. കാരണം നമുക്കറിയാലോ, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 7.5 പതിറ്റാണ്ട് കഴിഞ്ഞു. ജനകീയാസൂത്രണം തുടങ്ങിയിട്ട് 2.5 പതിറ്റാണ്ട് കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ടും നമുക്ക് ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ഇതുവരെയും സാധിച്ചിരുന്നില്ല. ആ പ്രശ്നത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെ ഈ ഭരണസമിതി പരിശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. തീർച്ചയായും എന്തായാലും ഇത്തരത്തിൽ പുഴയുമായി ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമായതുകൊണ്ട് തന്നെ മാലിന്യ നിർമ്മാർജ്ജനവും പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഘടകം തന്നെയായിരുന്നു. മഹാത്മാ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഗ്രാമപഞ്ചായത്താണ്. അതോടൊപ്പം തന്നെ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് മുന്നിട്ട് നിൽക്കുന്ന പഞ്ചായത്ത് കൂടിയാണ് ഇപ്പോൾ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത്. മാലിന്യ നിർമ്മാർജ്ജനം അല്ലെങ്കിൽ മാലിന്യ സംസ്കരണ രംഗത്ത് എങ്ങനെയാണ് ഈ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത്? അത് നമ്മള് ഈ പറഞ്ഞ പോലെ കൃത്യമായ ഒരു കണക്കുകൂട്ടലുകളാണ് നമ്മൾ നടത്തിയത്. ആദ്യത്തെ വർഷം നമ്മൾ തെരുവിളക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തു. രണ്ടാമത്തെ വർഷം നമ്മൾ വെളിച്ചത്തിന് പ്രാധാന്യം കൊടുത്തു, വെള്ളത്തിന് പ്രാധാന്യം കൊടുത്തു. ഒപ്പം തന്നെ നമ്മൾ ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഹരിത കർമ്മസേനയെ വളരെ സുസജ്ജമാക്കുകയും അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും കൊടുത്തു. 2 MCFകൾ നമ്മൾ പ്രധാനപ്പെട്ട MCFകൾ രൂപം കൊടുത്തു. ആ MCFകൾക്ക് പുറമെ മിനി MCFകൾ 15 വാർഡുകളിൽ 10 വാർഡുകളിലും നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ കൃത്യമായി വീടുകളിൽ ചെല്ലുകയും ആദ്യമൊക്കെ ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീട് വളരെ ഒരു ശീലമായിട്ട്, ഒരു സംസ്കാരമായിട്ട്, മാലിന്യ നിർമ്മാർജ്ജനം ഒരു സംസ്കാരമാകുന്ന തരത്തില് നമ്മൾ ഗ്രാമസഭകളില് ബോധവൽക്കരണം നടത്തും. വിവിധ സ്ഥലങ്ങളിലെ നമ്മള് ബോധവൽക്കരണത്തിനും അതുപോലെ തന്നെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ബോധവൽക്കരണം നടത്തിയിരുന്നു. അതുപോലെ വിവിധ ഏതെല്ലാം സന്ദർഭങ്ങൾ നമുക്ക് ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിനെ കുറിച്ച് പറയാനുള്ള അവസരം കിട്ടുമോ ആ സന്ദർഭങ്ങൾ മുഴുവൻ തന്നെ നമ്മൾ ശ്രമം നടത്തി. ആ ശ്രമം ഒട്ടുമുക്കാലും വിജയിച്ചു. ഈ ലൈഫ് ഭവന പദ്ധതിയിൽ അർഹരായവരെ കണ്ടെത്താനും അവരുടെ ഭവന നിർമ്മാണം പൂർത്തീകരിക്കാനും പഞ്ചായത്ത് എങ്ങനെയാണ് ഇടപെട്ടത്? തീർച്ചയായിട്ടും ഈ വിഷയത്തില് നമ്മള് വളരെയധികം ശുഷ്കാന്തി പുലർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയത്. നമ്മള് ഈ ലൈഫ് പദ്ധതിയിലെ ഗുണഭോക്താക്കളുടെ തിരഞ്ഞെടുക്കുന്നത് വളരെ ധൃതിയിലാക്കുകയും വേഗത്തിലാക്കുകയും അവരെ അർഹതയുള്ളവരെ കണ്ടെത്തുന്നതിനും അതിന് വേണ്ടത്ര ഫണ്ട് വകയിരുത്താനായിട്ട് സാധിച്ചു. പക്ഷെ SC വിഭാഗത്തിലുള്ളവർക്ക് നമുക്ക് ലിസ്റ്റിലുള്ളവർക്ക് മുഴുവൻ, അർഹതയുള്ളവർക്ക് മുഴുവൻ തന്നെ കൊടുക്കാൻ സാധിച്ചു. പക്ഷേ ജനറൽ സെക്ടറിൽ നമുക്ക് ഇപ്പോഴും അതിന്റെ ഒരു പരിമിതി വളരെയധികം കൂടുതലാണ്. കാരണം നമുക്കറിയാം, ഗ്രാമപഞ്ചായത്ത് 80,000 രൂപ എടുക്കുമ്പോൾ 2,20,000 രൂപ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ്. ആ ലോണിന്റെ പരിധി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ജനറൽ സെക്ടറിൽ ഇനിയും ഒട്ടേറെ ആളുകൾക്ക് കൊടുക്കാനുണ്ട്. പക്ഷെ SC വിഭാഗത്തിലുള്ള മുഴുവൻ ആളുകൾക്കും നമുക്ക് ഈ വർഷത്തോടുകൂടി കൊടുത്തു തീർക്കാൻ സാധിക്കും. തുടർന്ന് അങ്ങോട്ട് ലൈഫ് പദ്ധതി നന്നാക്കി നല്ല രീതിയിൽ നടപ്പാക്കണമെങ്കിൽ സർക്കാരിന്റെയും മറ്റ് ഏജൻസികളുടെയും സഹായ സഹകരണം വേണം. പിന്നെ ഈ ലിസ്റ്റിൽ ഇല്ലാത്ത അർഹതയുള്ള കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അവരെ മുഴുവൻ തന്നെ നമുക്ക് CSR ഫണ്ട്, മാതൃഭൂമിയുടെയും കൊച്ചൗസൈറ്റ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും അതുപോലെ മറ്റു ഏജൻസികളുടെയും ഒക്കെ ഫണ്ട് വകയിരുത്തി അർഹതയുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ സാധിച്ചു. അവരുടെ CSR ഫണ്ടുകൾ വിനിയോഗിക്കാനായിട്ട് സാധിച്ചു. കൂടാതെ ലൈഫിന് പുറമെ PMAY പദ്ധതി കൂടി നമ്മൾ നടപ്പിലാക്കി എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഏതായാലും വീടുകളുടെ കാര്യത്തിൽ നമ്മൾ ഇനി കുറെ കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം ആദ്യത്തെ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ അതൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കാതിരുന്നത് കൊണ്ടാണ് നമുക്ക്
നമ്മുടെ ഭരണസമിതിയുടെ മുമ്പ് തന്നെ അത് സാധിച്ചിരുന്നില്ല. അപ്പൊ അങ്ങനെ ഈ നമ്മളെ പഞ്ചായത്തുകൾക്ക് അതിന്റെ അധികാരം കുറെ കൂടി നല്ല രീതിയിൽ കൊടുക്കാനും ഫണ്ടും വകയിരുത്തിയാൽ മാത്രമേ അതിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് അതിന്റെ പ്രത്യേകത. പക്ഷേ ഒരു പദ്ധതിയിലേക്ക് കൂടി വരാനുണ്ട്. പഞ്ചായത്തിൽ വളരെയധികം മാതൃകാപരമായ ഒരു പദ്ധതി നടത്തി വരുന്നുണ്ട്. 21 അംഗനവാടികളിലായി 21 ലൈബ്രറികൾ സ്ഥാപിച്ചുകൊണ്ട് ഒരു വായനാശീലം വളർത്തിയെടുക്കുന്ന ഒരു പഞ്ചായത്തിൻ്റെ സ്വന്തമായ ഒരു പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. അമ്മയ്ക്കൊരു അക്ഷരക്കൂട്ട് എന്ന പദ്ധതിയെക്കുറിച്ച് വിശദമാക്കാമോ? തീർച്ചയായിട്ടും ഇത് വളരെയധികം ജനശ്രദ്ധ പിടിച്ചുപറ്റിയതും സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചാ വിഷയവുമായ ഒരു പദ്ധതിയാണ്. അത് നമ്മുടെ അങ്കണവാടികളെ ശാക്തീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. ആ അങ്കണവാടികളെ ശാക്തീകരിക്കുന്നതിന്റെ ഭാഗമായി നമുക്ക് 21 അങ്കണവാടികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ അമ്മമാരെ കൂടുതൽ അറിവുള്ളവരാക്കുകയും അവരിൽ വായനാശീലം വളർത്തുകയും അത് കുട്ടികളിലേക്ക് എത്തി ഒരു പുതിയ വായനാ സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുകയും അത് അമ്മ വായന തുടങ്ങിയിട്ടുള്ള ജില്ലാ പഞ്ചായത്തിന്റെ ചില പദ്ധതികളുണ്ട്. ആ പരിപാടികളുമായിട്ട് സമന്വയിപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയതാണ്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഇങ്ങനെ 21 അങ്കണവാടികളില് 21 വായനശാലകൾ, ഗ്രന്ഥശാലകൾ തുടങ്ങാനുള്ള പദ്ധതി ഇട്ടത് ഒരുപക്ഷെ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് മാത്രമായിരിക്കും. അതെല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നാണ്. ആ വായനാശീലം കുട്ടികളെയൊക്കെ തന്നെ അങ്കണവാടികളിൽ കൊണ്ടുവന്നാക്കി തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ പുസ്തകം എടുത്തു കൊണ്ടുപോവുകയും ഒപ്പം തന്നെ അത് തിരിച്ചു കൊണ്ടുവരുന്നത് സന്ദർഭത്തിൽ പുതിയ പുസ്തകങ്ങൾ എടുത്തു കൊണ്ടുപോകാനും സാധിച്ചു. അപ്പൊ ഞങ്ങൾ തുടങ്ങിയ വർഷം തന്നെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അമ്മമാര് അതുപോലെ വയസ്സായവരൊക്കെ തന്നെ ഇവിടെ വന്ന് പുസ്തകം എടുത്തു കൊണ്ടുപോയി ഞങ്ങള് എല്ലാ പുസ്തകവും വായിച്ചു തീർന്നു ഒരു വർഷം കൊണ്ട് എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് അത് ഉയരുകയും ഈ വായനയുടെ ഒരു ലോകത്തേക്ക് കൊണ്ടുവരാനും നമുക്ക് സാധിച്ചു എന്നുള്ളത് ഈ ഭരണസമിതിയുടെ വലിയൊരു നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. ഒപ്പം തന്നെ അങ്കണവാടികൾ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രാധാന്യം കൊടുത്തു. കാരണം വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികളെയും അമ്മമാരെയും വിദ്യാഭ്യാസം നൽകി അവരെ സംസ്കൃത ചിത്തന്മാരാക്കുക, മറ്റു മേഖലകളിലേക്ക് തിരിച്ചുവിടാതെ നല്ല നേർവഴിക്ക് നയിക്കാവുന്ന തരത്തിലുള്ള ഒരു സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുന്നതിന് കൂടി സഹായകമാകും എന്ന കണക്കുകൂട്ടലിലാണ് അത്തരം ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തത്. അത് തീർച്ചയായിട്ടും എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി എന്ന് മാത്രമല്ല നമ്മുടെ അമ്മമാർക്കും അതുപോലെയുള്ള കുട്ടികൾക്കും വിജ്ഞാനപ്രദമാകുന്നതിന് ഒരു സാംസ്കാരിക അങ്കണവാടികൾ ഒരു സാംസ്കാരിക കേന്ദ്രം എന്ന നിലയ്ക്ക് കൂടി അത് ഉയർത്തിയെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ശരി മാസ്റ്റർ, എന്തായാലും മാതൃകാപരമായ പദ്ധതികൾ നിരവധി നടപ്പാക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്കൊരു അക്ഷരക്കൂട്ട് പോലെ വലിയ സാംസ്കാരിക പാരമ്പര്യം കൈയാളുന്ന ഒരു ഗ്രാമമാണ്. അത്തരത്തിലുള്ള പദ്ധതികൾ ഇനിയും നടപ്പിലാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.